ജിഷ ജോയൽ ബി ന്യൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇപ്പോഴത്തെ സീസണിൽ ഭയങ്കര മഴയാണ്. പിന്നെ ഈ കാര്യം ഞാൻ പറയാൻ വന്നത്, നമ്മുടെ വീട്ടിൽ ഭയങ്കരമായിട്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ വെള്ളം കയറി കെട്ടിക്കിടക്കുവാണ്. പക്ഷെ കെട്ടിക്കിടക്കുവാണ് അത് എന്ന് പറഞ്ഞാൽ മുറ്റത്തൊക്കെ ആയി. അതെവിടുന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഇപ്പോൾ പഴയ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വേറെ ഒരു പുതിയ വീട്ടിലോട്ട് മാറാനാണ് അങ്ങോട്ട് പോകാനാണ് ഞങ്ങൾ ചിന്തിച്ചിരിക്കുന്നത്. ഇതൊരു എന്ന് പറഞ്ഞാൽ ഇതൊരു വീടാണ്. അപ്പോൾ അതിൽ ഭയങ്കര പ്രശ്നമാണ്. സൈഡിലൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം കയറി കിടക്കുവാണ്. അപ്പോൾ നമ്മളുടെ വീട് ഇതൊരു റോഡാണ്. റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ടാണ്, ഇപ്പുറത്തെ സൈഡിൽ കുറേ വീടുണ്ട്. അതിൽ ഇപ്പുറത്തെ സൈഡിലാണ് നമ്മളുടെ വീട്. പക്ഷേ ഇത് പറ്റിപ്പോയി. കാരണം ബാക്കിയുള്ള വീടുകളിൽ മണ്ണിട്ടിട്ട് ഈ വീട് പൊക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ വീട് നമ്മൾ മണ്ണിട്ട് പൊക്കി വെച്ചിട്ടില്ല. ഇത് നമ്മളിപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. പക്ഷേ അത് നമ്മൾ പൈസയും കൊടുക്കണം. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് 14 ദിവസമല്ല നിങ്ങൾ വെച്ചിരിക്കുന്ന ഇതെന്താ. അപ്പോൾ എന്നിട്ട് എന്ന് പറഞ്ഞാൽ വല്ലതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ കാര്യമൊക്കെ നമ്മൾ പുതിയ എന്ന് പറഞ്ഞാൽ വേറെ വീട്ടിൽ നമ്മൾ തിരഞ്ഞെടുത്ത് അവിടെയാണ്. അപ്പോൾ അവിടെ താമസിക്കുകയല്ല, അവിടെ താമസിക്കാൻ പോവും. ഇപ്പോൾ ഇവിടെ ഫുള്ള് വെള്ളമാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. നാളെ കാണിച്ചു തരാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം ഇവിടെ നമ്മൾ നാളെയാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും കാണുമായിരിക്കും. പക്ഷേ നമ്മുടെ ഇത്ര ഈ സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെ ചുമ്മാ എന്ന് പറഞ്ഞാൽ ഇവിടെ സൈഡിൽ വെള്ളമായി കെട്ടിക്കിടക്കുക. അപ്പോൾ ഇങ്ങോട്ട് കയറാനുള്ള സാധ്യത കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പാണ്, ഒരു 2 സ്റ്റെപ്പുള്ള. അതിൻ്റെ അങ്ങോട്ട് കയറി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു നിലത്ത് വെള്ളം ഫുള്ളാവും. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ വീടൊന്ന് മാറുന്നത്. കാരണം ഇത് ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് അത്രത്തോളം പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ വേറെ വീട്ടിൽ വേറെ വീട്ടിൽ അത് വീടല്ല, ഒരു ഫ്ലാറ്റ് പോലെയാണ്. 4 ഫാമിലി ആയിട്ടാണ് അത് അവിടെ താമസിക്കുന്നത്. പിന്നെ 3 നിലയായിട്ടാണ് ഉള്ളത്. ഈ വീഡിയോ കാണുന്നവർ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. പിന്നെ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. കാരണം ഇതിപ്പോൾ നമുക്ക് നമ്മളുടെ അത് പറ്റുന്നില്ല. നമുക്ക് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്കും ഇപ്പോഴത്തെ സീസണിൽ ഭയങ്കര മഴയാണ്. അതുകൊണ്ട് നമുക്ക് പറ്റത്തില്ല, നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം എത്ര പറഞ്ഞാലും നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം ഇത് എൻ്റെയും ഞങ്ങളുടെ ഫാമിലിയുടെയും കൂടി ഒരു ചിന്തയാണ്. കാരണം ഇവിടെ വെള്ളം കെട്ടിക്കൊടുത്താൽ മറ്റുള്ളവർക്ക് പിന്നെ കുഴപ്പമില്ല, മറ്റുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് അത് ഇച്ചിരി ഒരു സംഭവമാണ്. അതുകൊണ്ട് നമ്മൾ വീട് മാറുന്നത്. പക്ഷേ കുറച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ അതുകൊണ്ട് ഈ വെള്ളം കയറുന്നതിൻ്റെ മെയിൻ കാരണം ഈ അവിടെ ഇച്ചിരി ദൂരത്ത് പോയാൽ അവിടെ ഒരു തോടുണ്ട്, ആറുണ്ട്. ആറിൻ്റെ പേര് ആറാട്ടുകടവെന്നാണ്. അത് ആറാട്ടുകടവ്. അതുകൊണ്ട് അത് ആറാണ്. വെള്ളം കെട്ടി ഇങ്ങനെ വരുന്ന അതാണ് മെയിൻ പ്രശ്നം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഈ ബാക്കിൽ വെള്ളം, അതും കൂടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. പിന്നെ പറ്റാവുന്നവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം ഇത് എൻ്റെ മാത്രമല്ല, എൻ്റെ എല്ലാ ഫാമിലിക്കും കൂടെയുള്ള അതാണ്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കാരണം ഇത് ഞങ്ങൾ വീടെടുത്തു. നമ്മൾ ഫസ്റ്റ് ഈ വീടെടുക്കുമ്പോൾ നമ്മൾ വിചാരിച്ച് കുഴപ്പമില്ല, നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഇച്ചിരി വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ അറിയുന്നത്
നമുക്ക് ഇവിടെ പറ്റത്തില്ല. കാരണം ഇവിടെ വെള്ളം കെട്ടും. കാരണം മറ്റുള്ളവരുടെയൊക്കെ വീട്ടിൽ എന്തുവാ മണ്ണിട്ട് ഇത് പൊക്കിയിട്ടുണ്ട്, സാധനം പൊക്കിയിട്ടുണ്ട് വീട്. പക്ഷെ നമ്മളുടെ മാത്രം പൊക്കിയിട്ടില്ല. കാണാൻ നല്ല വീടാണെങ്കിലും പക്ഷെ നമുക്ക് അവിടെ ഇവിടെ ഒന്ന് ജീവിക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം ഇത് എല്ലാവരുടെയും കൂടെ ഇതിപ്പോൾ ഞങ്ങൾക്ക് മാത്രമല്ല, എന്നാൽ നിങ്ങൾക്കും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ആ ഒരു ചിന്ത വരും. അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാൻ നോക്കുക. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് പറ്റത്തില്ല, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം അത് അവർക്ക് അറിഞ്ഞുകൂടാ നമ്മളിവിടെ നിൽക്കും. പക്ഷെ അവർ അങ്ങനെയാണ്. പക്ഷെ നമുക്ക് ഇവിടെ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ മാറുന്നത്. കുറേ പറഞ്ഞു നിങ്ങളിവിടെ നിൽക്കണം. കാരണം അത് അവർക്ക് സന്തോഷമാണ്. കാരണം അവിടെ പൈസ കിട്ടുന്നു. അപ്പോൾ ഈ സംഭവം നമ്മളിവിടുന്ന് മാറിയിട്ട് ഇവിടെ ഫുള്ള് മഴയായതെല്ലാം ഇങ്ങനെ വെള്ളം കെട്ടി ഇങ്ങനെ കിടക്കുവാണ്. പക്ഷെ നമുക്ക് അതില്ല. അതുകൊണ്ടാണ് ഈ സംഭവം വന്ന ഉടനെയാണ് ഞാൻ ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്തത്. കാരണം ഇത് എല്ലാവരുടെയും കൂടെ പ്രശ്നമല്ല, ഇത് നമുക്ക് മാത്രമല്ല, അത് നമ്മളുടെ എല്ലാവരുടെയും കൂടെ ഒരു പ്രശ്നമാണ്. അപ്പം നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാൻ നോക്കുക. കാരണം ഞങ്ങൾക്കിവിടെ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഭയങ്കരമായിട്ടാണ്. ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് പിന്നെ ഇവിടെ വെള്ളം കയറി കിടക്കും. പിന്നെ ഇതിപ്പോൾ നല്ല വീടാണെങ്കിൽ ആ വെള്ളം കയറി അതങ്ങ് ചീത്ത വീടായിപ്പോവും എല്ലാ സംഭവം. പിന്നെ ആ വീട് പൊളിക്കേണ്ടി വരും. കാരണം സീസൺ ആയല്ലോ, ജൂൺ എത്താറായി. അവർ ഇവർ പറയുമ്പോൾ നമുക്ക് അത് കിട്ടണ്ടേ. കാരണം ഇവിടെ മീൻസ് അവരുടെ നിന്ന് നല്ലതും കൂടെ നമുക്ക് നിങ്ങൾ പൊയ്ക്കോ, ഇത് പറ്റത്തില്ല അങ്ങനെ പറയാനുള്ള യോഗ്യത അവർക്കില്ലാതെ പറയുക. നിങ്ങളിവിടെ നിന്നേ പറ്റൂ എന്ന് പറഞ്ഞു. പക്ഷേ നമുക്കത് പറ്റത്തില്ല. കാരണം ഇത് ഭയങ്കരമായിട്ട് നമുക്ക് പറ്റാത്തൊരു സംഭവമാണ്. നമുക്ക് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ഷൂട്ട് ചെയ്ത ഈ സംഭവം വന്ന ഉടനെ ഞാൻ പെട്ടെന്ന് ഷൂട്ട് ചെയ്തതാണ്. കാരണം ഇത് എല്ലാവരും കൂടെ അറിയില്ല. പിന്നെ നമുക്ക് ഇപ്പോൾ മാക്സിമം ഇങ്ങോട്ട് പോവാണ്. ഇപ്പോൾ നമ്മുടെ ഒരു അതിലും കൂടെയാണ് നമ്മൾ ജീവിക്കുന്നതിലും. പക്ഷെ നമുക്ക് അതായിട്ടുള്ളൊരു കണ്ടീഷൻ വേണം. അപ്പം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. ഇത് ഭയങ്കര സങ്കടകരമായുള്ളൊരു വീഡിയോ ആണ്. മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കുറേ വീഡിയോസൊക്കെ ഉണ്ട്. ഇത് കാരണം നമുക്കിപ്പോൾ അവിടെ ചെന്ന് വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ വീഡിയോ എടുക്കാം. കാരണം സ്ഥലമാണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും ടാറ്റ.